Hi students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിങ്ങിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള നിലയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ ഒരു ജനറൽ ആയിട്ട് നമ്മൾ നോമൻക്ലേച്ചർ ഒന്ന് പറഞ്ഞുപോയി. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോമൻക്ലേച്ചർ ചെയ്യുന്നത് പഠിക്കണം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അധികം ഒന്നും പഠിക്കാനില്ല. വളരെ കുറച്ച് രൂപങ്ങൾ, പുതിയ പുതിയ കോമ്പൗണ്ട്സ്, അതിന്റെ നെയിമിംഗ് ആണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ആണ്. IUPAC എന്നതിന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പം IUPAC തീരുമാനിക്കുന്ന അവർ തന്നിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടാണ് വി ആർ നെയിമിംഗ് ദി ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നെയിമിങ്ങിലേക്ക് പോകുന്നതിനായിട്ട് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്, അതായത് പ്രെഫിക്സ്, റൂട്ട് വേർഡ്, സഫിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പ്രെഫിക്സ്, റൂട്ട് വേർഡ്, സഫിക്സ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുക, അൺകംഫർട്ടബിൾ എന്നുള്ളത് ഒരു ഇംഗ്ലീഷിലൊരു വേർഡാണ് അല്ലെ, അൺകംഫർട്ടബിൾ. അതിൽ അൺ എന്ന് വരുന്നത് കംഫർട്ട് എന്ന വേർഡിന്റെ മുമ്പേ വരുന്ന ഒരു ടേം ആണ്. അതിനെ നമ്മൾ ആ ഒരു വേർഡിന്റെ മുമ്പിൽ യൂസ് ചെയ്യുന്ന ടേമിനെയാണ് നമ്മൾ പ്രെഫിക്സ് എന്ന് പറയുന്നത്. ദെൻ സഫിക്സ് എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. സോ പ്രെഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ മുമ്പേ, ബിഫോർ ദി വേർഡും, സഫിക്സ് വരിക ആഫ്റ്റർ ദി വേർഡും ആണ്. അതിന്റെ മിഡിൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്ന് പറയും. ക്ലിയർ? ഈ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം. പ്രെഫിക്സ് എന്ന് പറയുന്നത് ഒരു വേർഡിന്റെ ഫസ്റ്റ് വരുന്നതാണ്. വേർഡ് റൂട്ട് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് മിഡിൽ ടേം, മെയിൻ ടേം ആണ്, മെയിൻ ആയിട്ടുള്ളതാണ് റൂട്ട് വേർഡ്. സഫിക്സ് എന്ന് പറയുന്നത് അതിന്റെ ആ വേർഡിന്റെ ലാസ്റ്റ് വരുന്ന ടേം ആണ്. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ വേർഡ് റൂട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ വേർഡ് റൂട്ട് എപ്പോഴും നെയിമിങ്ങിലും വേർഡ് റൂട്ട് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ദിസ് വൺ ആണ്. നമ്പർ ഓഫ് കാർബണിന്റെ അനുസരിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുക. നമ്മൾ പറഞ്ഞു കാർബണിന്റെ എണ്ണം, ആ കോമ്പൗണ്ടിലെ കാർബണിന്റെ എണ്ണം 1 ആണെങ്കിൽ വി ഹാവ് ടു യൂസ് മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ വേർഡ് റൂട്ട്. അപ്പം എപ്പോഴും ഒരു നെയിമിങ്ങിലെ പ്രധാനപ്പെട്ട സാധനം പ്രെഫിക്സും സഫിക്സിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഈ വേർഡ് റൂട്ട് സെലക്ട് ചെയ്യലാണ്. സോ വേർഡ് റൂട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? നമ്പർ ഓഫ് കാർബണിനെ വെച്ചിട്ടാണ് നമ്മൾ വേർഡ് റൂട്ട് സെലക്ട് ചെയ്യുക. അപ്പം 1 to 10 വരെയുള്ള ഈ വേർഡ് റൂട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. 11, 12 വേണ്ട, 10 വരെയുള്ള വേർഡ് റൂട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി അടുത്തതായിട്ട് പറയാനുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെയിമിംഗ് ഒക്കെ പഠിച്ചപ്പോൾ വി ആർ ഡീലിംഗ് വിത്ത് ഓൺലി സിമ്പിൾ ഹൈഡ്രോ കാർബൺസ്, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടേ നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പഠിച്ചു കാർബണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വാലൻസി 4 ആണ്, അതേപോലെ കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ, ഒരുപാട് തൊട്ടടുത്ത അഡ്ജസന്റ് കാർബൺ ആറ്റംസുമായിട്ട് ലോങ് ചെയിൻസ് ഫോം ചെയ്യാൻ കഴിയും. അപ്പം ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് മാത്രമല്ല കാർബണ് ഫോം ചെയ്യാൻ പറ്റുക, ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സും അതേപോലെ തന്നെ റിംഗ് ടൈപ്പ് കോമ്പൗണ്ട്സും ഒക്കെ നമ്മളുടെ ഈ കാർബണ് ഫോം ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനത്തെ സ്ട്രേറ്റ് ആയിട്ടുള്ള അല്ലെ, വെറും കാർബണും ഹൈഡ്രജനും ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ മാത്രമാണ് നമ്മൾ ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയും. ലോങ് ചെയിൻ കോമ്പൗണ്ട്സ്, സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്സ്. അപ്പം ഇതിൽ എന്തുണ്ടാവില്ല, യാതൊരു ബ്രാഞ്ചോ ഒന്നും ഉണ്ടാവില്ല. ഇതിനാണ് നമ്മൾ സ്ട്രേറ്റ് ചെയിൻ കാർബൺ കോമ്പൗണ്ട് എന്ന് പറയാം. അതേപോലെ കാർബൺ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സും ഫോം ചെയ്യാൻ പറ്റും. ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിലെ ഏതെങ്കിലും ഒരു കാർബൺ രണ്ടിലധികം കാർബൺ ആറ്റവുമായിട്ട് എന്തുണ്ടാകും, ബോണ്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, CH3CCH3 എന്നുള്ളത് നമ്മളൊരു ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മിഡിൽ കാർബണിന് എത്ര ബോണ്ട് ഉണ്ട്? വേറെ ഒരു കാർബണുമായിട്ട് കണ്ട ബോണ്ട് ഉണ്ട്. അതേപോലെ വേറെ നാലാമത്തെ ഒരു കാർബണുമായിട്ടും ബോണ്ട് ഉണ്ട്. 4 എണ്ണം വേണമെന്നില്ല, 2ൽ കൂടുതൽ. ഫോർ എക്സാമ്പിൾ ദിസ് വൺ, CH3 CH CH3 CH3. ഇതെന്താണ്? ഇതും ഒരു ബ്രാഞ്ച്ഡ് കാർബൺ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ്.
അപ്പം കാർബണ് മറ്റൊരു കാർബണുമായിട്ട് കണ്ടോ, മൂന്നാമതൊരു കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടെങ്കിൽ, അതായത് രണ്ടിൽ കൂടുതൽ കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സ് ആയിട്ട് കണക്കാക്കും. ഇത് കാർബണ് മറ്റൊരു കാർബൺ ആയിട്ട് തന്നെ വേണം, ഹൈഡ്രജനുമായിട്ട് ഉള്ള ബോണ്ട് നമ്മൾ ബ്രാഞ്ച് ആയിട്ടല്ല കണക്കാക്കുക. ഓക്കെ, അപ്പൊ മൂന്നാമതൊരു കാർബണുമായിട്ട് ബോണ്ട് ചെയ്യുന്നതാണ് നമ്മൾ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ക്ലോസ്ഡ് ചെയിൻ നിങ്ങൾ കാണാൻ പറ്റും, ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറിലെ ഒരു ക്ലോസ്ഡ് ആയിട്ട്, അതുകൊണ്ടാണ് ക്ലോസ്ഡ് ടൈപ്പ് കോമ്പൗണ്ട്സും കാർബണ് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ ബ്രാഞ്ച്ഡ് ടൈപ്പ്, ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കാം. ഒന്നുമില്ല, ബ്രാഞ്ച് പോലെ സ്ട്രെയിറ്റ് ചെയിനിൽ എന്താ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ബ്രാഞ്ച് പോലെ വേറെ കോമ്പൗണ്ട്സ് ഗ്രൂപ്പുകൾ വരാം. ഞാൻ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. പിന്നെ നെയിമിങ്ങിന് മുമ്പ് നിങ്ങൾ പരിചയപ്പെടേണ്ട വേറൊരാൾക്കാരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ ഹൈഡ്രോ കാർബണിനെ പറ്റി, അതായത് കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ കാർബണിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്? ഹൈഡ്രജന് മാത്രമായിട്ടല്ല, ബാക്കി ആറ്റമായിട്ടും ഗ്രൂപ്പുമായിട്ടും ഒക്കെ ബോണ്ട് ചെയ്യാൻ നമ്മളുടെ കാർബണിന് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത് മീഥെയ്ൻ ആണ് അല്ലെ, 1 കാർബൺ into ഫുൾ ഓഫ് സിംഗിൾ ബോണ്ട് ആണ്. സോ ദിസ് ഇസ് മീഥെയ്ൻ. ഞാൻ മീഥെയ്ന്റെ സ്ട്രക്ചർ ആണ് വരച്ചത്. അപ്പം ഈ ഹൈഡ്രജന് പകരം ഇവിടെ എന്തൊക്കെ വരാം? ഇവിടെ മറ്റ് ഗ്രൂപ്പോ ആറ്റങ്ങളോ വരാം. ഫോർ എക്സാമ്പിൾ OH എന്നുള്ളത് ഒരു ഗ്രൂപ്പാണ് അല്ലെ, OH. അപ്പം ഒരു ഹൈഡ്രജന് പകരം അവിടെ OH വന്നാൽ എന്താണ്? ഇയാൾ മാറി, ഇതൊരു പുതിയ കോമ്പൗണ്ട് ആയിട്ട് മാറി. അപ്പം ഹൈഡ്രജന് പകരം വരുന്ന മറ്റ് ഗ്രൂപ്പോ ആറ്റങ്ങളെയോ ആണ് നമ്മൾ എന്ത് പറയാ? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയാം. OH എന്താണ്? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. അതേപോലെ COOH എന്ന് പറഞ്ഞത് ഒരു ഗ്രൂപ്പാണ്. ഇതിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പലതരം, അതേപോലെ വേറെ ആറ്റങ്ങൾ വരാം, ഹാലോജൻസ് വരാം, ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം. അങ്ങനെ പലതരം ഹാലോജൻ ആറ്റംസും എന്ത് ചെയ്യാം? ഹൈഡ്രജന് പകരമായിട്ട് വരാം. ഹൈഡ്രജന് പകരമായിട്ട് വരുന്ന മറ്റ് ആറ്റങ്ങളെയോ ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്താ പറയാ? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിനനുസരിച്ച് ആ കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? മാറും. കാരണം ആള് മാറിയിട്ടുണ്ട്, ആറ്റം മാറിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ? കാർബൺ ബോണ്ട് ഉണ്ടാക്കുന്ന മറ്റ് ആറ്റംസും ഗ്രൂപ്പ്സിനെയുമാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത്രയും ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളാണ്: ആൽക്കൈൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കൈൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാലോജൻസ്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലൂറിൻ ഒക്കെ വരുന്നത്. അപ്പം ഈ ഇത്രയും 5 ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അതിന്റെ നെയിമിങ്, ഇവരൊക്കെ ആ കോമ്പൗണ്ടിൽ വരുമ്പം അതിന്റെ നെയിമിങ് ഒക്കെ മാറും. അപ്പൊ ഇവർ വരുമ്പം അതിന്റെ പേരുണ്ടാകും. അപ്പം ആ നെയിമിങ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെയിമിങ്ങിലേക്ക് തുടങ്ങാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ നെയിം ചെയ്യുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കോമ്പൗണ്ടിന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഏതൊരു കോമ്പൗണ്ട് തന്നെങ്കിൽ അതിൽ ഇങ്ങനത്തെ ടൈപ്പ് നെയിമിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ആ കോമ്പൗണ്ടിനെ നന്നായിട്ട് നോക്കുക. അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണോ നോക്കുക. അതായത് ആൽക്കെയിൻസ് ആണോ എന്ന് നോക്കുക. ആൽക്കെയിൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രോ കാർബൺ 3 തരംതിരിച്ചിട്ടുണ്ട്: ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ അല്ലെ. അപ്പം ആ തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളൊന്നും ഇല്ല, ഹൈഡ്രോ കാർബൺസ് ആണ്. ഇനി അത് തന്നെ ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ, അതേപോലെ തന്നെ എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ടും ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കാനില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യാം? അതിനെ നെയിമിങ് ചെയ്യാം. അതായത് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക, ആ കാർബണിനനുസരിച്ചിട്ട് ഒരു വേർഡ് റൂട്ട് സെലക്ട് ചെയ്യുക. വേർഡ് റൂട്ടിന്റെ കൂടെ അതെന്താണ്? സാച്ചുറേറ്റഡ് ആണ്, അപ്പോൾ ANE ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് അതിന്റെ നെയിമിങ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. അപ്പം ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൽ കാർബണും ഹൈഡ്രജനും അതേപോലെ തന്നെ അത് ഫുൾ ഓഫ് സിംഗിൾ ബോണ്ടും ആണെങ്കിൽ, ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ സിംഗിൾ ബോണ്ടും ആണെങ്കിൽ, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? വേർഡ് റൂട്ട് വെക്കുക. അത് ANE ലാസ്റ്റ് കൊടുത്തിട്ട് ആൽക്കെയിൻ എന്ന പേര് കൊടുക്കാം. ഇനി അവര് മാത്രമല്ല, നമ്മൾ പറഞ്ഞു പലതരം കോമ്പൗണ്ട്സ് ഉണ്ട്. ഇനി ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിന്, ബ്രാഞ്ച്ഡ് ടൈപ്പ് കോമ്പൗണ്ട്സ് എന്താണ്? കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ആൾക്കാരാണ്. അപ്പൊ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബണ് എങ്ങനെ പേര് കൊടുക്കും? അപ്പൊ നോക്കുക, ഇത് കണ്ടോ,
അപ്പം ഇവിടെ രണ്ടും സെയിം കോമ്പൗണ്ട് ആണ്. ഒന്ന് ദിസ് സ്ട്രക്ചറൽ ഫോർമുല ആണ് തന്നിട്ടുള്ളത്, ഇത് കണ്ടൻസ്ഡ് ഫോർമുല ആണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ആണ്, കാരണം ഇവിടെ ഈ കാർബൺ നോക്കുക, ഈ കാർബൺ എന്താണ് 1 2 3 അല്ലെ, ഒരു ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ, അതിനെയാണ് നമ്മൾ CH3 എന്ന രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ നോക്കുക CH കണ്ടോ, CH ആ കാർബണിൽ നിന്ന് വേറൊരു കാർബണിലേക്ക് കണ്ടോ CH3 കണ്ടോ, ഇവിടെ കണ്ടോ ഒരു ബ്രാഞ്ച് വന്നു. ഇതെന്താണ്, ദിസ് ഇസ് എ ബ്രാഞ്ച്ഡ്. അപ്പൊ ഇങ്ങനെ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട് വന്നാൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? അപ്പം നമ്മൾ അൺബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, എത്ര കാർബൺ ഉണ്ട് നോക്കാം, എനി ചേർത്ത് കൊടുക്കാം. ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ ആണെങ്കിൽ അതേപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ വരികയാണെങ്കിൽ, ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ, ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ ഒക്കെ എങ്ങനെ പേര് കൊടുക്കണം? അപ്പം പേര് കൊടുക്കലിന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഫൈൻഡ് ദി ലോങ്സ്റ്റ് ചെയിൻ ഓഫ് കാർബൺ. അതാണ് ഒന്നാമത്തെ റൂള്. ഫൈൻഡ് ദി ലോങ്സ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ. അപ്പൊ ഇവിടെ നോക്കാം, ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് വരിക? സ്ട്രെയിറ്റ് ആയിട്ട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുക, വട്ടിട്ട് മാറ്റി വെക്കുക, അതിനെ കൺസിഡർ ചെയ്യണ്ട. എന്നിട്ട് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഏതായിരിക്കും? ദിസ് ഈസ് ദി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. കണ്ടോ, ദിസ് ഈസ് ദി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ബ്രാഞ്ചിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മാറ്റി വെക്കുക, അതിന് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ദിസ് ഈസ് ദി ലോങ്സ്റ്റ് ചെയിൻ. ദെൻ CH3 CH CH2 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 CH3, ദിസ് ഈസ് ദി ലോങ്സ്റ്റ് ചെയിൻ. ഇനി ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിച്ചാൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നമ്പറിംഗ് ആണ്. നമ്മൾ എന്ത് കൊടുക്കണം? നമ്പർ കൊടുക്കണം. ഓരോ കാർബണിനും നമ്പർ ഇട്ട് കൊടുക്കാം. എങ്ങനെ? ചെയിനിന് മാത്രം കേട്ടോ, ബ്രാഞ്ചിനല്ല. സോ 1 2 3 4 5 6. പക്ഷേ നമ്മളിപ്പം ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ് നമ്പർ ഇട്ടത്, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്യാൻ പറ്റും. 1 2 3 4 5 6. അപ്പം ആദ്യം നമ്മൾ ചെയ്യുക, ലോങ്സ്റ്റ് ചെയിൻ കാർബൺ കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ നമ്പറിങ് ഇട്ട് നോക്കുക. എന്നിട്ട് നോക്കാം, ഈ ബ്രാഞ്ച് വരുന്ന കാർബണിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിലുള്ള നമ്പറിങ് നമ്മൾ സെലക്ട് ചെയ്യും. അതായത് നമ്മൾ രണ്ട് രീതിയിൽ ഇപ്പൊ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ നമ്പർ കൊടുത്തപ്പം ബ്രാഞ്ച് വരുന്ന കാർബണിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നത്. അതേപോലെ ഇപ്പൊ 2. ഇനിയോ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ കൊടുത്തപ്പം ബ്രാഞ്ച് വരുന്ന കാർബണിന്റെ എണ്ണം 5 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് രണ്ട് നമ്പർ കിട്ടി, 2 5. അപ്പൊ നമ്മൾ എപ്പോഴും നമ്പർ ഇടുമ്പം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ ബ്രാഞ്ച് വരുന്നതിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ വരുന്ന നമ്പർ സെലക്ട് ചെയ്യും. സോ ഏതാണ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് 2. 2 ആണ് ഏറ്റവും കുറഞ്ഞത് വരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി എങ്ങനെ പേര് കൊടുക്കണം? ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതണം 2. ഓക്കെ, 2. ഇപ്പൊ ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് വേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈഫൻ ഇടണം. ഓക്കെ, വി പുട്ട് എ ഹൈഫൻ ഹിയർ ടു ദിസ്. സോ ഇനി ബ്രാഞ്ച് നോക്കാം. ദിസ് ഇസ് CH3. അപ്പൊ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്, ദിസ് ഇസ് ഓൾസോ എ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് പറഞ്ഞതിൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഗ്രൂപ്പ്? 6 ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൽക്കെയിനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറഞ്ഞു കിട്ടുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. സോ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ AYL ആണ്. ആൽക്കെയിനിൽ നിന്നും ആൽക്കെയിനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറഞ്ഞു കിട്ടുന്ന കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ CH4 എന്താണ്? ദിസ് ഇസ് മീഥെയ്ൻ അല്ലെ. ദിസ് ഇസ് എൻ ആൽക്കെയിൻ CH4. ഈ CH4ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? CH3. ഒരു വരയിട്ട് കൊടുക്കുക, CH3. സോ ഇതെന്തായിരിക്കും ഇതിന്റെ പേര്? CH3. ദിസ് ഇസ് എൻ ആൽക്കീൽ ഗ്രൂപ്പ്. ഇത് മീഥെയ്ൻ ആണ്. ആ മീഥെയ്നിലെ ANEക്ക് പകരം അവിടെ എന്തിട്ട് കൊടുക്കുക? ആൽക്കൈൽ YL ഇട്ട് കൊടുക്കുക. സോ ഇതിന്റെ പേരാണ് എന്ത്?
methyl. METHYL. ഓക്കെ, methyl. Then നമ്മുടെ ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ ജനറലി R ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ഈ R ആവാം, മീഥൈൽ ആകാം. ഇനി അടുത്തൊരു ആൽക്കൈൻ ആണെന്ത്, ഈഥെയ്ൻ അല്ലെ, CH3 എന്താണ്, വേറൊരു ആൽക്കീൻ ആണ്. അപ്പം ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ കുറയ്ക്കാം, CH2, എന്നിട്ട് ഒരു വരയിട്ട് കൊടുക്കാം. ദിസ് എന്താണ്, ഇതിന്റെ പേര് ഈഥെയ്ൻ ആണ്. അതിൽ ANE പോയിട്ട് YL ഇട്ട് കൊടുക്കുക. ഇതിന്റെ പേര് ഈഥൈൽ. ഓക്കെ, സോ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. ജനറലി ദേ റെപ്രസെന്റഡ് ബൈ R എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒരു ഹൈഡ്രജനെ കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കുക, CH3 ആണ് ബ്രാഞ്ച് ആയിട്ട് വന്നത്. അപ്പം CH3ന്റെ പൊസിഷൻ ആണ് ഈ 2. അപ്പൊ 2 കഴിഞ്ഞാൽ ആദ്യം എന്ത് വേണം, ആ ബ്രാഞ്ചിന്റെ, ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ഇവിടെ എഴുതണം. ഓക്കെ, സോ CH3 എന്തായിരിക്കും ഇതിന്റെ പേര്, മീഥൈൽ. സോ 2 ഹൈഫൻ ഇട്ടിട്ട് മീഥൈൽ, 2 മീഥൈൽ. പിന്നെ ഒന്നുമില്ല, നമ്മളുടെ എന്ത്, സ്ട്രെയിറ്റ് ചെയിൻ. വേർഡ് റൂട്ട് ഏതാ വരിക, എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 5 6 കാർബൺ ഉണ്ട്. അത് ഹെക്സ് വരും അല്ലെ, ഹെക്സ്. അതേപോലെ എന്താണ്, ദിസ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, ഇതിലെല്ലാം സിംഗിൾ ബോണ്ട് ആണ്. സോ ANE. സോ ഇതിന്റെ കോമ്പൗണ്ടിന്റെ പേരാണ് 2 മീഥൈൽ ഹെക്സൈൽ. എന്താണ്, 2 മീഥൈൽ ഹെക്സൈൽ. അപ്പൊ ആദ്യത്തെ പണി ഏറ്റവും ലോങ്സ്റ്റ് ചെയിന് കാർബൺ കണ്ടുപിടിക്കുക. ദെൻ ബ്രാഞ്ച് ഉള്ളതിനെ നമ്മളൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നമ്പറിങ്, അതായത് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും രണ്ട് രീതിയിലും നമ്മൾ നമ്പർ കൊടുത്തിട്ട് ബ്രാഞ്ചിന് ഏറ്റവും, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു, ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന നമ്പറിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ നമ്പർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്പർ എഴുതുക, ഹൈഫൻ ഇടുക. കാരണം നമ്പറും വേർഡും തമ്മിൽ നമ്മൾ എപ്പോഴും ഒരു ഹൈഫൻ വെച്ചിട്ടാണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത്. സോ ഹൈഫൻ, അതിന്റെ പേര് മീഥൈൽ, വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഹെക്സ്, സഫിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ANE. 2 മീഥൈൽ ഹെക്സൈൻ ആണ് ഇതിന്റെ പേര്. ഓക്കെ, ദെൻ വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതാ CH3, നമ്മളിപ്പോ ഇത് പേര് കൊടുത്തു. ഇനി നോക്കുക വേറൊരു എക്സാമ്പിൾ, ദിസ് വൺ. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് നമ്മളോട് കൊടുക്കാനാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ നന്നായിട്ട് ആദ്യം കോമ്പൗണ്ട് നോക്കണം. ദിസ് ഇസ് അവർ കോമ്പൗണ്ട്. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആണോ ബ്രാഞ്ചഡ് ആണോ? ഡെഫിനറ്റ്ലി ദിസ് ഇസ് ബ്രാഞ്ചഡ് ചെയിൻ. കാരണം ഇവിടെ കണ്ടോ, ഒരു ബ്രാഞ്ച് വന്നു. ഈ കാർബൺ 3 കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, ഒരു ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണ്. ഇനി എങ്ങനെ പേര് കൊടുക്കണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാം. അപ്പം ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ എന്നുള്ളത് 4 കാർബൺ വരുന്ന ഇതാണ് അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്പർ കൊടുക്കുക, 1 2 3 4 ഇങ്ങോട്ട്, അതേപോലെ 1 2 3 4 ഈ ഒരു ഭാഗത്തേക്ക്. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്മൾ എന്ത് കൊടുത്തു, നമ്പർ കൊടുത്തു. ഇനി എവിടെയാണ് ബ്രാഞ്ച് വരുന്നത്? യെസ്, ബ്രാഞ്ച് വരുന്നത് ഇവിടെയാണ് അല്ലേ, അതാ ദിസ് വൺ. അപ്പൊ നോക്കുക, നമ്മൾ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് കൊടുത്ത സമയത്ത് 3യിലാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ വന്നത്. നമ്മൾ റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് കൊടുത്തപ്പോൾ 2ൽ വന്നു. അപ്പൊ 3യും 2ഉം ഏതാണ് ഏറ്റവും ചെറുത്? 2 അല്ലെ. നമ്മൾ 2 സെലക്ട് ചെയ്തു, 2 എന്ന് എഴുതി. 2 കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഹൈഫൻ ഇടണം. ദെൻ ഗ്രൂപ്പിന്റെ പേര് CH3 ആണ്. സോ ദിസ് ഇസ് എൻ ആൽക്കൈൽ ഗ്രൂപ്പ്. ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ എന്താണ്, മീഥൈൽ അല്ലെ, മീഥൈൽ ഗ്രൂപ്പ്. 2 മീഥൈൽ. ഏതാണ് വേർഡ് റൂട്ട്? ലോങ്സ്റ്റ് ചെയിനിലെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് 4 കാർബൺ ആണ്. 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, BUT. സഫിക്സ് എന്ത് വരും? ഇത് ഫുള്ള് സിംഗിൾ ബോണ്ട് ആണ്. സോ ANE, ബ്യൂട്ടൈൻ. സോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ് ഇതിന്റെ പേര്. അപ്പൊ നമ്പർ ഇടുമ്പോൾ രണ്ട് സൈഡിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം,
ഇട്ടിട്ട് ഏറ്റവും ചെറിയ സംഖ്യ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് വരുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെയിമിങ് കൊടുക്കുക. ഓക്കെ, പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ചിന്റെ പൊസിഷൻ, ദെൻ ഒരു ഹൈഫൻ, ദെൻ നെയിം ഓഫ് ദാറ്റ് റാഡിക്കൽ. റാഡിക്കൽ എന്ന് പറഞ്ഞത് ആൽക്കൈൽ റാഡിക്കൽ ആണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ മീതൈൽ ഈതൈൽ ഒക്കെ വരുന്ന പോലെ. വേർഡ് റൂട്ട്, സഫിക്സ്. ഇങ്ങനെയാണ് മീതൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സിന്റെ നെയിമിങ് വരിക. എങ്ങനെയാണ്? പൊസിഷൻ, നമ്പർ ഓഫ് ദി ബ്രാഞ്ച്, ഹൈഫൻ, നെയിം ഓഫ് റാഡിക്കൽ, വേർഡ് റൂട്ട്, സഫിക്സ്. ഇനി ഇതാ ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ലോങ്സ്റ്റ് ചെയിൻ. അപ്പം ദിസ് ഈസ് ദി കോമ്പൗണ്ട്. സോ എന്താണിത്? ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട് ആണ് അല്ലെ? ദെൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? ആദ്യം ലോങ്സ്റ്റ് ചെയിൻ, ദിസ് ഈസ് ദി ലോങ്സ്റ്റ് ചെയിൻ അല്ലെ? അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. സോ ഇറ്റ് ഈസ് 5. ദെൻ നെയിം ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേര് ഏതാണ്? ബ്രാഞ്ച് ഇതാണ് ബ്രാഞ്ച്, CH3. സോ എന്തായിരിക്കും? മീതൈൽ അല്ലെ? മീതൈൽ. ദെൻ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്. പൊസിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് നമ്പർ ഇട്ട് കൊടുക്കണം? 1 2 3 4 5. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ട് കൊടുക്കുക. 1 2 3 4 5. ഏറ്റവും ചെറുത് വരുന്നത് ഏതാണ്? 4ഉം 2ഉം ആണ് വരുന്നത്. സോ 2 അല്ലെ? അപ്പൊ പൊസിഷൻ 2. ഏറ്റവും കുറവുള്ളത് സെലക്ട് ചെയ്യാം. സോ its name എന്തായിരിക്കും വരിക? 2 ഹൈഫൻ മീതൈൽ. മീതൈൽ 5 ആണ്. സോ പെന്റ്, സഫിക്സ് ഇസ് ANE, പെൻഡൈൻ. 2 മീതൈൽ പെൻഡൈൻ ആണ് അതിന്റെ പേര് വരിക. അപ്പം ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പേര് ബാക്കിയുള്ളതും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഇനി നോക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ഹൈഡ്രോ കാർബൺ. നമ്മളിപ്പോ ഒരു ബ്രാഞ്ചേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇനി ബ്രാഞ്ച് ഒന്നിലധികം വന്നാലും ഒരു വ്യത്യാസവും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ. ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക, രണ്ട് ഡയറക്ഷനിലേക്കും നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒന്നും വന്നു, ഇവിടെ വേറൊന്നും വന്നിട്ടുണ്ട്, 2 ബ്രാഞ്ച്. അപ്പം സെയിം പ്രൊസീജിയർ തന്നെ. എന്നിട്ട് ആ ബ്രാഞ്ചിന്റെ നമ്പറിങ് നോക്കുക. അതായത് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടുമ്പം 1 2 3 4 5. ഇനി നമ്മൾ ഇങ്ങോട്ട് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ഇടുമ്പം 1 2 3 4 5. എന്നിട്ട് 2 ബ്രാഞ്ചിന്റെ നമ്പറിന്റെ സെറ്റ് നോക്കുക. കാരണം 2 ബ്രാഞ്ച് വരുന്നുണ്ട്. സോ നമ്മൾ ആദ്യത്തെ നമ്പറിങ്ങിൽ ഫസ്റ്റത്തെ അല്ലെ 2, ഒന്നാമത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2, രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 4. ഇനി ഒന്നാമത്തെ നമ്പറിങ്ങിൽ. രണ്ടാമത്തെ നമ്പറിങ്ങിലോ അതും സെയിം തന്നെ, 2ഉം അതേപോലെ തന്നെ 4ഉം. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൊടുത്തപ്പം സെയിം സെറ്റ് ഓഫ് നമ്പറുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ സാധാരണ ചെയ്യാറ് ഇതെന്ത് ചെയ്യാം? നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കും. 4 + 2 6, 4 + 2 6. അപ്പൊ ഇത് രണ്ടും 6 ആയതുകൊണ്ട് നമുക്ക് 2 4 തന്നെ യൂസ് ചെയ്യാം. അല്ലാതെ ഇനി ഡിഫറെന്റ് ആയിട്ടുള്ളത് വരുമ്പോൾ നമ്മൾ ചെയ്യാറ് ഇതിന്റെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എത്രത്തോളം ബ്രാഞ്ച് ഉണ്ടോ ആ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കും. എന്നിട്ട് ആ ആഡ് ചെയ്ത് കിട്ടിയ നമ്പറിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നമ്മൾ നമ്പറിംഗ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഈ ഒരു കേസിൽ എന്താണ്? രണ്ടും സെയിം ആണ്. അപ്പൊ നമ്മൾ 2 4 എന്ന് സെലക്ട് ചെയ്യാം. അപ്പം എങ്ങനെ വരും? പേരെഴുതേണ്ടത് ഇങ്ങനെ ഒന്നിലധികം നമ്പർ ഉണ്ടെങ്കിൽ നമ്പറുകളെ തമ്മിൽ കോമ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ 2 4 ആണ് നമുക്ക് കിട്ടിയത്. സോ ഇതിന്റെ പേര് 2, 4. നമ്പറുകൾ തമ്മിൽ കോമ യൂസ് ചെയ്തിട്ട് എഴുതണം. ഇത് എന്ത് ചെയ്യണം? ഒരു ഹൈഫൻ ഇടും. ഇനി ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു എണ്ണത്തെ നമ്മൾ സൂചിപ്പിക്കണം. അതായത് ഡൈ, ട്രൈ, ടെട്ര എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതേപോലെ 2 എണ്ണം 3 എണ്ണം. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും 2 ഓക്സിജനും. സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫറും 2 ഓക്സിജനും. അപ്പൊ 2 എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 2 4 ഡൈ എന്ന് കൊടുക്കണം. ഒരു ബ്രാഞ്ച് ആകുമ്പോൾ നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെയും കൂടി
എന്ത് യൂസ് ചെയ്യണം? വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, സോ 2,4 ഹൈഫൻ ഡൈ. ദെൻ ഏത് ഗ്രൂപ്പാണ്? CH3 രണ്ടും എന്താണ്? മീഥൈൽ ഗ്രൂപ്പുകളാണ്. സോ ഡൈ മീഥൈൽ മീഥൈൽ. ദെൻ വേർഡ് റൂട്ട് എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. പെന്റ്. ദെൻ എല്ലും എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. സോ ANE. സോ ഇതിന്റെ പേരെന്താ വരിക? 2,4 ഡൈ മീഥൈൽ പെൻഡൈൻ. ഓക്കെ, 2,4 ഡൈ മീഥൈൽ പെൻഡൈൻ. ഇതാണ് ഇതിന്റെ പേര് വരിക. ഇതാ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതിന്റെ നെയിം കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? നന്നായിട്ട് ആ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ നോക്കുമ്പോൾ യെസ്, ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണ്. കാരണം എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. അത് നമ്മൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ആദ്യത്തെ പണി എന്താണ്? ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിന് കണ്ടുപിടിക്കാം. ഏതാണ് ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിൻ? യെസ്, ദിസ് വൺ അല്ലേ? ഇതാണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിൻ. ഓക്കെ, ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്യും. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഈ ഫസ്റ്റ് കേസിൽ നമ്മളുടെ ബ്രാഞ്ച് വരുന്ന നമ്പർ ഏതൊക്കെയാണ്? 2 രണ്ടാമത്തെ കാർബണിലും 3-ാമത്തെ കാർബണിലുമാണ് എന്ത് വരുന്നത്? ബ്രാഞ്ച് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് അല്ല, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 4-ാമത്തെ കാർബണിലും 6-ാമത്തെ കാർബണിലുമാണ് ബ്രാഞ്ച് വരുന്നത്. 2 4 എന്ന് പറയുന്നത് എന്താണ്? 6 + 10 4 എന്ന് പറയുന്നത് 10 ആണ്. സോ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂവിന്റെ നമ്പർ സെറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ 6 ആണ് ഏറ്റവും ചെറുത്. സോ 2 4 ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ മോർ ദാൻ 1 ബ്രാഞ്ച് ഉള്ളതിന്റെ നമ്പർ ചൂസ് ചെയ്യുന്ന ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും കുറവുള്ള സെറ്റ് സെലക്ട് ചെയ്യാം. ദെൻ എന്തായിരിക്കും ഇതിന്റെ പേര്? 2 ഉണ്ട്. സോ 2, 4 അല്ലേ? 4. അപ്പം നമ്പറിങ് കഴിഞ്ഞു. നമ്പർ കഴിഞ്ഞാൽ പിന്നെ വേർഡ് വരണമെങ്കിൽ ഒരു ഹൈഫൻ ഇടണം. എത്ര ബ്രാഞ്ച് ഉണ്ട്? 2. അപ്പം ഡൈ 2 4 ഡൈ. ദെൻ ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഇറ്റ് ഇസ് മീഥൈൽ. സോ METH മെത്ത്. അതേപോലെ YL അല്ലേ? ഓക്കെ, 2 ഡൈ മീഥൈൽ. ദെൻ ഏറ്റവും വലിയത് 7 എണ്ണാണ്. സോ ഹെപ്റ്റ് HEPT. ഹെപ്റ്റ് സഫിക്സ് എന്ത് വരും? ANE. ഓക്കെ, ANE. സോ 2 4 ഡൈ മീഥൈൽ ഹെപ്റ്റീൻ ആണ് ഇതിന്റെ പേര്. ഇനി ഇതാ 3 ബ്രാഞ്ചുള്ള ഒരു കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കും. ആദ്യം ലോങ്സ്റ്റ് ചെയിൻ അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാം. ലോങ്സ്റ്റ് ചെയിൻ ഇസ് ദിസ് അല്ലേ? ദിസ് വൺ. എത്ര ബ്രാഞ്ചുകൾ ഉണ്ട്? 1 2 3 ബ്രാഞ്ചുകൾ ഉണ്ട്. ആയിക്കോട്ടെ. ഇനി രണ്ടാമത്തെ എന്താണ്? നമ്മൾ നമ്പറിംഗ് അല്ലേ? 1 2 3 4 5 6 7. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടാൽ 1 2 3 4 5 6 7. ഓക്കെ, സോ ഫസ്റ്റില് ഏതാ സെറ്റ്? രണ്ടാമത്തെ കാർബണില്, 3-ാമത്തെ കാർബണില്, 6-ാമത്തെ കാർബണില്. താഴത്തെ സെറ്റിലോ? രണ്ടാമത്തെ കാർബണില്, 3-ാമത്തെ കാർബണില്, രണ്ടാമത്തെ കാർബണില്, 5-ാമത്തെ കാർബണില്, 6-ാമത്തെ കാർബണില് അല്ലേ? യാ, 5 മാറും. യെസ്, ദിസ് വൺ. എന്നിട്ട് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കാം. 5 + 1 11 കിട്ടും. ഇവിടെയോ 13 കിട്ടും. അപ്പം ഏതാണ് ഏറ്റവും കുറഞ്ഞ സെറ്റ്? ഡെഫിനറ്റ്ലി 11. സോ 2 3 6.
അതാണ് എൻ്റെ ചെറിയത്. അപ്പം പേര് ഇടാൻ നോക്കാം. എല്ലാ ബ്രാഞ്ച് ഉണ്ടെങ്കിലും ആ നമ്പർ നമ്മൾ കോമ വെച്ചിട്ട് 2, 3, 6 നമ്പർ കഴിഞ്ഞാൽ നമ്മൾ ഹൈഫൻ. എത്ര ബ്രാഞ്ച് ഉണ്ട് ഇവിടെ? 3 ഉണ്ട്. അപ്പം ട്രൈ അല്ലേ? ട്രൈ. ദെൻ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ആൽക്കിൽ ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ. ദെൻ 7 ഇതില്ലേ ഹെപ്റ്റ് എയിൻ, ഹെപ്റ്റെയിൻ. സോ ദിസ് ഈസ് ഇറ്റ്സ് നെയിം. ഓക്കെ. ഇനി വേറൊന്ന് ഇവിടെ നോക്കുക, ഇതിന്റെ പേര്. അപ്പം ഇതും ബ്രാഞ്ചിൽ തന്നെയാണ്. കാരണം കണ്ടോ, സെന്ററിലുള്ള കാർബണിന് ഒരു ബോണ്ട്, മൊത്തം 4 ബോണ്ട് ഉണ്ട്. അപ്പൊ 2ൽ കൂടുതൽ ബോണ്ട് വന്നതിനൊക്കെ നമ്മൾ ബ്രാഞ്ച് കോമ്പൗണ്ട് ആണ് പറയുന്നത്. സോ ദിസ് ഇസ് എ ബ്രാഞ്ച് കോമ്പൗണ്ട്. നമ്മൾ നെയിമിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഫസ്റ്റ് തന്നെ നെയിമിങ് കൊടുക്കണം അല്ലെ? ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് യെസ് ദിസ് വൺ അല്ല. ഇങ്ങനെ എടുത്താലും 3 എണ്ണമേ വരുള്ളൂ. സോ 3 ആണ് എന്ത് ലോങ്സ്റ്റ് നമ്പർ. അത് വേർഡ് റൂട്ട് എന്ത് വരും? പ്രൊപ്പ് വരും അല്ലെ? ഇനി നോക്കാം, നമ്പർ കൊടുക്കാം. 1, 2, 3. 1, 2, 3. അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ട് കൊടുത്താലും എന്താണ്? 2ൽ തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങോട്ട് 2 ബ്രാഞ്ചുകൾ ഉണ്ട് ഇവിടെ അല്ലേ? അപ്പം ആദ്യത്തെ ബ്രാഞ്ചിന്റെ നമ്പർ 2, രണ്ടാമത്തെ ബ്രാഞ്ചിൻ്റെതും 2. താഴെ ഇങ്ങോട്ട് നമ്മൾ നമ്പർ ചെയ്യുമ്പോഴും 2, 2 തന്നെയാണ് കിട്ടുന്നത്. സോ 2, 2 അത് തന്നെ എടുക്കാം നമുക്ക്. സോ 2, 2 സെയിം പൊസിഷനിലാണ് വരുന്നതെങ്കിൽ, ഗ്രൂപ്പുകൾ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം പൊസിഷനിലാണ് വരുന്നതെങ്കിൽ നമ്പർ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം എഴുതണം. അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? 2, 2 ഹൈഫൻ എത്ര എണ്ണം ഉണ്ട്? 2 ഡൈ. ആൽക്കൽ ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ. ഓക്കെ, മീഥൈൽ. ദെൻ പെൻഡൈൻ. ഓക്കെ, PENTANE, പെൻഡൈൻ. ഓക്കെ. അപ്പം ഇതാണ് ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കാനുള്ള. അവരുടെ പേരുകൾ കൊടുക്കുമ്പോൾ ബ്രാഞ്ച്ഡ് കാർബൺ കോമ്പൗണ്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഇടുക. എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം, നമ്പറിങ് ഇടണം. ഏറ്റവും ലോവസ്റ്റ് നമ്പറിങ് വരുന്ന ആ നമ്പർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഹൈഫൻ ഇട്ടിട്ട് എഴുതണം. ഒന്നിലധികം ബ്രാഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ എന്ത് ചെയ്യണം? കോമ ഇട്ടിട്ട് എഴുതണം. അതേപോലെ തന്നെ ട്രൈ വെച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. സെയിം പൊസിഷനിൽ ബ്രാഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ 2 പ്രാവശ്യം എഴുതണം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ബ്രാഞ്ചിലെ കോമ്പൗണ്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയുള്ള ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആൽക്കെയിനും ആൽക്കൈനും നമ്മൾ ഒന്ന് വെറുതെ പറഞ്ഞു അല്ലെ? അതായത് ഡബിൾ ബോണ്ട് വരാനുള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ CH2 CH ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2. ദിസ് ഈസ് ദി കോമ്പൗണ്ട് ആണ് വിചാരിച്ചോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കാർബൺ ഉണ്ട്. ഇതിന്റെ പേരിടാൻ 2 കാർബൺ ഉണ്ട്. സോ എത്ത്. ദെൻ അതിലെന്താണ്? ഡബിൾ ബോണ്ട് ആണെങ്കിൽ ജസ്റ്റ് ആഡ് ENE അല്ലെ? എത്തീൻ ആണ് ഇതിന്റെ പേര് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് എളുപ്പത്തിൽ പറഞ്ഞതാണ്. പക്ഷെ ഈ ആൽക്കീനും ആൽക്കൈനും നിങ്ങളെ പേരിടുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ പറയണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സെയിം പ്രൊസീജിയർ തന്നെ. അതായത് ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ ബ്രാഞ്ച് ആയതുകൊണ്ട് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അതേ ബ്രാഞ്ചിലുള്ള ആൽക്കീനും ആൽക്കൈനൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഓക്കെ. അപ്പം ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അപ്പം ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദി കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഇത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇത് ആൽക്കീൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ പേര് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. 1, 2, 3, 4. ദെൻ തിരിച്ചിങ്ങോട്ടും 1, 2, 3, 4. എന്നിട്ട് ഈ ഡബിൾ ബോണ്ടിന് ഏറ്റവും കുഞ്ഞ്
നമ്പർ വരുന്ന നമ്പർ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ ഇങ്ങോട്ട് നമ്പർ ഇതിന്റെ ഈ കാർബണിന്റെയും ഈ കാർബണിന്റെയും ഇടയിലാണ് എന്ത് ഡബിൾ ബോണ്ട് ഉള്ളത്. സോ ആ ഫസ്റ്റത്തെ കാർബണിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന നമ്പർ നമ്മൾ സെലക്ട് ചെയ്യണം. സോ 1 ഉണ്ടോ, ഇവിടെയോ ഇവിടെ വരുമ്പോൾ 3 ആണ് ലാസ്റ്റ് വരുന്നത്. സോ 1 അല്ലേ ഏറ്റവും ചെറുത്. സോ 1 ഞാൻ പേര് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ 1 2 3 4 ബ്യൂട്ടീൻ അല്ലേ. അപ്പോൾ 1 ബ്യൂട്ടീൻ ആണ് ഇതിന്റെ പേര്. പക്ഷെ ഇതിന് 1 ബ്യൂട്ടീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം 1 എന്നുള്ള നമ്മൾ എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അപ്പം ഇത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ, അതായത് ആൽക്കീനും ആൽക്കീന് പേര് കൊടുക്കുമ്പം അതും കൂടി, അതായത് ആ ബോണ്ടിന്റെ പൊസിഷൻ കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. 1 ബ്യൂട്ടീൻ. ഇനി വേറെ എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഇവിടെ സിംഗിൾ ബോണ്ട്, ദിസ് ഇസ് CH3. ഇത് സിംഗിൾ ബോണ്ട് ആണെന്ന് വിചാരിക്കട്ടോ. ഈ ഡബിൾ ബോണ്ട് ഇവിടേക്ക് വന്നു, ഈ CH പോയി. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അറ്റ് ദ മിഡിലാണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ CH ഉണ്ടാവും കേട്ടോ, CH ഉണ്ടാവും. ഇവിടെയാണെന്ന് വിചാരിച്ചു, ഇത് സിംഗിൾ ബോണ്ട് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? അപ്പൊ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക 1 2 3 4. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടപ്പോഴും 1 2 3 4. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ട സമയത്ത് ഇതാണ് ഡബിൾ ബോണ്ട്. അപ്പം ഇവിടെ കണ്ടോ, ഈ കാർബണിന്റെയും ഈ കാർബണിന്റെയും ഇടയിലാണ് അപ്പൊ 2 വരുന്നത്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇട്ടപ്പോഴും 2 തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമുക്ക് കിട്ടി 2. ഞാൻ ഒരു ഹൈഫൻ ബ്യൂട്ടീൻ, അതാണ് ഇതിന്റെ പേര്. ഇനി ട്രിപ്പിൾ ബോണ്ടിന്റെ കേസിലും അത് തന്നെയാണ് വരുന്നത്. അതായത് ഇത് നോക്കുക, ഇത് ഈതൈൻ അല്ലെ, 2 കാർബൺ ഉണ്ട്, എത്ത് ട്രിപ്പിൾ ബോണ്ട് ആണുണ്ട് YN ഈതൈൻ. ഇവിടെ നോക്കുക 1 2 3 4 1 2 3 4 കണ്ടോ ഇങ്ങനെ. അപ്പം ആൽക്കൈന്റെ കേസിലും ആൽക്കീന്റെ കേസിലും നിങ്ങൾ നമ്പർ ഇടുമ്പോൾ ഏറ്റവും കുറഞ്ഞ ബോണ്ടിന് ഏറ്റവും കുറഞ്ഞ നമ്പർ വരുന്നത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ പേര് കൊടുക്കേണ്ടത് വേർഡ് റൂട്ട് എന്തായിരിക്കും? ബ്യൂട്ട്. ബ്യൂട്ട് കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഇത് ട്രിപ്പിൾ ബോണ്ട് ആണ്, സോ പൊസിഷൻ നമ്മൾ കൊടുത്തു 2. അപ്പൊ നമ്പർ എപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിലും അത് വേർഡുമായിട്ട് ഒരു ഹൈഫനിൽ വേണം എന്ത് ചെയ്യാന്, നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ദെൻ അതിന്റെ സഫിക്സ് എന്ന് പറയുന്നത് YN. സോ ബ്യൂട്ട് 2 IN, അതാണ് ഇതിന്റെ പേര്. നേരത്തെ നമ്മൾ എഴുതിയ ഫോർ എക്സാമ്പിൾ CH3 CH ഡബിൾ ബോണ്ട് CH3 ഇതാണെന്ന് വിചാരിച്ചു. ഓക്കെ, CH3 ഡബിൾ ബോണ്ട് CH. സോ ദിസ് വൺ, ഇതിന്റെ പേരെന്താ? സോ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഏതാ? 1 2 3 4 അല്ലെ, ബ്യൂട്ട് തന്നെ, ബ്യൂട്ട്. ദെൻ പൊസിഷൻ ഓഫ് ദിസ് ഇസ് ഡബിൾ ബോണ്ട് ആണ്, സോ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് 1 2 അല്ലെ, അവിടെ നിന്നാലും 2. സോ ബ്യൂട്ട് ഹൈഫൻ 2 ഹൈഫൻ ദെൻ സഫിക്സ്. ഇത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതെന്താണ്? EN. സോ ബ്യൂട്ട് 2 EN ആണ് ഇതിന്റെ പേര്. ഓക്കെ, സോ ദിസ് ഈസ് ദി കേസ് ഓഫ് ഡബിൾ ബോണ്ട്. അപ്പം വേർഡ് റൂട്ട് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് സഫിക്സ്, അല്ലെങ്കിൽ വേർഡ് റൂട്ട് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് സഫിക്സ്. ഇനി ഹാലോ ആൽക്കിൻ വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മുടെ ഹാലോ ഗ്രൂപ്പുകൾ വരിക. ഹാലോജൻ നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട്. ഹാലോജൻസ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലെ. അപ്പൊ ഇവരും എന്ത് ചെയ്യാം? നമ്മളുടെ ഹൈഡ്രജന് പകരമായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ CHCl കണ്ടോ, ഒരു ഹൈഡ്രജന് പകരം ഒരു ക്ലോറിന് വരാം. അപ്പം ഹാലോ ഗ്രൂപ്പുകൾ ഇനി വേണമെങ്കിൽ ഇവിടെ ഫ്ലൂറിൻ വരാം, ഇവിടെ ബ്രോമിൻ വരാം. അപ്പം ഇവര് വരുമ്പം എങ്ങനെ നമ്മൾ പേരിടും? അപ്പൊ ഒന്നുമില്ല, ഇവര് വരികയാണെങ്കിൽ ഈ ഹാലോ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എന്ത് ചെയ്യണം? അവരുടെ പേര്, അതായത് ഫ്ലൂറോ, ക്ലോറോ,
ബ്രോമോ, അയോഡോ. അതിന്റെ പൊസിഷൻ ഇനി വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതിന്റെ പൊസിഷൻ പറയണം. പൊസിഷൻ പറഞ്ഞിട്ട് നമ്മളുടെ വേർഡ് റൂട്ടിന്റെ മുമ്പായിട്ട് എന്ത് കൊടുക്കാം? ഫ്ലൂറോ, ക്ലോറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അത് എന്താണോ ഏതാണോ വെച്ചത് അതിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ നോക്കാം, ഇവിടെ CH3Cl. സോ ഇവിടെ നമ്പർ എന്താ? 1 തന്നെയാണ് അല്ലെ, വേറെ കാർബൺ ഇല്ല. അപ്പം ക്ലോറോ മീഥേൻ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നോക്കുക. ബ്രോമിൻ ആണ്, ബ്രാഞ്ച് ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്, സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ്. സോ ബ്രോമോ മീഥേൻ. ഇവിടെ നോക്കുക, CH3 CH2 CH2I. സോ ഇറ്റ് ഈസ് എന്തായിരിക്കും? അയഡീൻ ആണ് വന്നിട്ടുള്ളത്. അപ്പം അയോഡോ വന്നാൽ അയോഡോ. സോ അയോഡോ പ്രൊപ്പെയിൻ. വണ്ണിടണമെന്നൊന്നുമില്ല കേട്ടോ, അയോഡോ പ്രൊപ്പെയിൻ. കാരണം പക്ഷെ ഇവിടെ നോക്കുക, ഈ ഒരു കേസ് നോക്കുക, അല്ലോ അയോഡീൻ സെക്കൻഡ് പൊസിഷനിലാണ് വന്നത്. അപ്പൊ എന്ത് വേണം? 2-അയോഡോ പ്രൊപ്പെയിൻ. 2-അയോഡോ പ്രൊപ്പെയിൻ. അപ്പം ഹാലോ ഗ്രൂപ്പുകൾ വന്നാൽ പൊസിഷൻ അതേപോലെ തന്നെ ആ ഹാലോ ഗ്രൂപ്പിന്റെ പേര് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നെയിമിങ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആൽക്കഹോൾ ഗ്രൂപ്പ്സുകൾ. ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം OH ഗ്രൂപ്പാണ്, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയാം. അതായത് ഹൈഡ്രജന് പകരം OH ഗ്രൂപ്പ് വരും. നമ്മൾ ഇങ്ങനെ OH ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ മീഥെയിൻ, ആൽക്കെയിൻ എന്നല്ല നമ്മൾ എഴുതുക. നോർമലി നമ്മൾ ആൽക്കെയിൻ എന്നാണ് എഴുതുക. അതിൽ ഈ ഒഴിവാക്കിയിട്ട് അവിടെ ഓൾ എന്നാക്കി കൊടുക്കുക, ആൽക്കനോൾ. ഫോർ എക്സാമ്പിൾ നമ്മളെ മീഥെയിൻ CH4 ഒരു ഫോർ എക്സാമ്പിൾ ദിസ് വൺ OH വന്നു എന്ന് വിചാരിച്ചു. അപ്പം OH ഇല്ലെങ്കിൽ ഇതിന്റെ പേരെന്താണ്? ഇറ്റ് ഇസ് മീഥെയിൻ അല്ലെ, METHANE. അപ്പം ഇവിടെ OH വന്നതുകൊണ്ട് ഈ ലാസ്റ്റത്തെ ഒഴിവാക്കിയിട്ട് OL ചേർത്ത് കൊടുക്കാം, മെത്തനോൾ. അപ്പം എന്തായിരിക്കും ഇതിന്റെ പേര്? മെത്തനോൾ. ഓക്കെ, ദെൻ ഈഥെയിന്റെ കൂടെ ഒരു OH വന്നാൽ ഇറ്റ് ഈസ് എത്തനോൾ. ഇനി പൊസിഷനിൽ വരികയാണെങ്കിൽ ആ പൊസിഷൻ ഇട്ട് നോക്കുക, പ്രൊപ്പനോൾ, 2-പ്രൊപ്പനോൾ. ദെൻ ബ്യൂട്ടനോൾ, 3-ബ്യൂട്ടനോൾ. ആ പൊസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പൊസിഷന്റെ പോലെ തന്നെ നമ്പർ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ നമ്പറും കൂടി പറഞ്ഞിട്ട് പേരിടാം. സോ ദിസ് ഇസ് ഓൾ, OL ആണ് വരുന്നത്. ദെൻ വേറെ അടുത്ത ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ആസിഡ്, അതായത് COOH ആണ് ഗ്രൂപ്പിന്റെ പേര്. അതായത് ഹൈഡ്രജന് പകരം COOH വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൽക്കെയിൻ, നേരത്തെ നമ്മൾ ആൽക്കഹോൾ വന്നപ്പം ENE ഒഴിവാക്കി അല്ലെ, ഒഴിവാക്കിയിട്ട് OL വെച്ചു. ഇവിടെ കാർബോക്സി COH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒഴിവാക്കിയിട്ട് അവിടെ OIC, ആൽക്കനോയിക് ആസിഡ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഓയിക് ആസിഡ്, അതായത് മീഥെയിൻ ആണെങ്കിൽ മീഥെയിന്റെ കൂടെയാണ് ഈ COH വരുന്നതെങ്കിൽ മീഥെയിനിലെ ഒഴിവാക്കിയിട്ട് OIC, മെത്തനോയിക് ആസിഡ്. ഓക്കെ, ദെൻ ഈഥെയിൻ ആണ് വരുന്നതെങ്കിൽ ഈഥെയിന്റെ കൂടെയാണ് ഒരു ഹൈഡ്രജൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈഥെയിൻ എന്ന് എഴുതിയിട്ട് ആ ഒഴിവാക്കിയിട്ട് അവിടെ ഓയിക് ആസിഡ് ചേർത്ത് വെക്കുക, എത്തനോയിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡ്. അപ്പൊ ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് ഇന്ന് ജസ്റ്റ് സർഫസ് ലെവലിലെ പേരിടൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ഗ്രൂപ്പാണ്, ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ്, OR ഗ്രൂപ്പ്. അതായത് ഓക്സിജൻ സെന്ററിൽ വരും. ഓക്കെ, ഓക്സിജൻ നടുവിൽ വന്നിട്ട് രണ്ട് സൈഡിലും 6 ഗ്രൂപ്പുകളായിരിക്കും, അതായത് ആൽക്കൈൽ ഗ്രൂപ്പുകളായിരിക്കും. അപ്പം ഇവിടെ നോക്കുക, ഇതിന്റെ പേര് നമ്മള് സൈഡിലുള്ള ഓക്സിജൻ സെന്ററിൽ ഇട്ടിട്ട് ഇവരുള്ള കാർബണിന്റെ എണ്ണത്തിന്റെ എണ്ണി നോക്കുക അല്ലെ. 2 പാർട്ടാണുള്ളത് കാർബണിന്റെ 2 സൈഡിൽ. അതിൽ ആദ്യത്തെ പാർട്ടിൽ എത്ര കാർബൺ ഉണ്ട്? അതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, കാരണം ഈഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറവുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണത്. അപ്പൊ ഇതിന്റെ പേരാണെന്ത്? ഈഥൈൽ ഗ്രൂപ്പ് അല്ലെ. ആ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഈഥൈൽ ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പം ഇങ്ങനെ ആവുമ്പം ഇതിന്റെ പേര് 2 ഭാഗത്തും സെയിം ആണ്. അപ്പം ഏതിന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓക്സി ചേർത്ത് കൊടുക്കുക.
വേർഡ് റൂട്ടിന്റെ കൂടെ ഓക്സി ചേർത്ത് കൊടുക്കുക. അപ്പം രണ്ട് സൈഡിലും ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഈഥൈലിന്റെ കൂടെ ഈ YL ഒഴിവാക്കിയിട്ട് എത്ത് വേർഡ് റൂട്ടിന്റെ കൂടെ കേട്ടോ, എത്തോക്സി, എന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എന്താ ചെയ്യുക, വേർഡ് റൂട്ട് സഫിക്സ് യൂസ് ചെയ്യണം. ഇതോക്സി ഈഥെയിൻ, അതാണ് ഇതിന്റെ പേര്, ഇതോക്സി ഈഥെയിൻ. ഇനി രണ്ടാമത്തെ നോക്കുക, ഓക്സിജന്റെ രണ്ട് സൈഡിലുള്ളതിന്റെയും കാർബണിന്റെ എണ്ണം നോക്കാം. ഒരു ഭാഗത്ത് 1 മറ്റേ ഭാഗത്ത് 2. അപ്പം ഈ ഓക്സി എപ്പോഴും ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും കുറവുള്ള ആളുടെ കൂടെയാണ്. അപ്പൊ അവിടെ എവിടെയാണ് ഇതിൽ കാർബണിന്റെ എണ്ണം കുറവ്? ഫസ്റ്റ് കേസിൽ. ഇതിന്റെ പേരെന്താണ്? ദിസ് ഇസ് മീഥൈൽ അല്ലെ, മീഥൈൽ. സോ മീഥൈൽ, ആ മീഥൈലിന്റെ എന്ത് YL മെത്ത് മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കാം? ഓക്സി ചേർത്ത് കൊടുക്കാം, മെത്തോക്സി. ബാക്കി വരുന്ന കൂടുതൽ കാർബൺ ഉള്ളത് നമ്മൾ സാധാരണ വേർഡ് റൂട്ടും സഫിക്സും വെച്ചിട്ട് എഴുതുന്ന പോലെ എഴുതാം. അപ്പൊ മെത്തോക്സി ഈഥെയിൻ. ഓക്കെ, അപ്പം ഈ ഓക്സി ചേർക്കേണ്ടത് കൂടെ ഓക്സിജന്റെ സൈഡിൽ ഏറ്റവും കുറവ് കാർബൺ ഉള്ള ആൾക്കാരാണ് നമുക്ക് ഓക്സി എന്ന് ചേർക്കേണ്ടത്. അപ്പം ഇത്രയാണ് നെയിമിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. സംഭവം സെയിം പ്രൊസീജിയർ ആണ്, ചില ഗ്രൂപ്പുകളൊക്കെ വരുമ്പം ഒരു മാറ്റം എന്നേ ഉള്ളൂ. അപ്പം ഒന്നും കൂടി വേഗം ഞാൻ ഓടിച്ചിട്ട് പറയാം. നമ്മൾ സിമ്പിൾ, ഇപ്പൊ നെയിമിങ്ങിൽ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ പേര് എഴുതാനാണ് പറയാം. അപ്പം അതൊരു എന്താണ്, അതൊരു ഹൈഡ്രോ കാർബൺ, ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള, ബ്രാഞ്ച് ഒന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ, സിംഗിൾ ബോണ്ട് മാത്രമുള്ള കാർബണും ഹൈഡ്രജനും ആണെങ്കിൽ അതിന് യാതൊന്നും നോക്കാനില്ല, നിങ്ങൾ പഠിച്ച വേർഡ് റൂട്ടിന്റെ കൂടെ സഫിക്സ് ചേർത്ത് കൊടുക്കുക അല്ലെ, ആൽക്കെയിൻ, മീഥെയിൻ, ഈഥെയിൻ എഴുതാം. ഇനി ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ്, ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ബ്രാഞ്ച് എന്നല്ല ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന എല്ലാത്തിനെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ട് സൈഡിലേക്കും നമ്പർ ഇടണം. ഏറ്റവും ചെറിയ നമ്പർ ഏതിലാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം. എത്രത്തോളം നമ്പർ ബ്രാഞ്ചിന്റെ നമ്പർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പർ ഇട്ട് നോക്കുക. ഏറ്റവും കുറഞ്ഞ സെറ്റ് നമ്മൾ ചൂസ് ചെയ്യാം. നമ്പറുകൾ തമ്മിൽ കോമ കൊണ്ടും അതേപോലെ നമ്പറിനെയും വേർഡിനെയും ഹൈഫൻ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡൈ, ട്രൈ, ടെട്ര അത് യൂസ് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ മുമ്പേ നമ്മൾ ചേർക്കണം. ഓക്കെ, OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ OR ആണ് ചേർക്കേണ്ടത്, OL. COH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ OIC ആസിഡ് എന്നാണ് ചേർക്കേണ്ടത്. ആൽക്കോക്സി ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഓക്സി എന്ന് ചേർത്ത് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ കാർബൺ ഉള്ളതിന്റെ കൂടെ ഓക്സി ചേർത്ത് കൊടുക്കുക. ഹാലോ ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ ക്ലോറോ, ബ്രോമോ, അയഡോ, ഫ്ലൂറോ എന്നൊക്കെ പേരിന്റെ മുമ്പേ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പം പെട്ടെന്ന് കുറച്ച് ലെങ്തി ആണ് ക്ലാസ്, പക്ഷെ സംഭവം എല്ലാം ഒന്നാണ്, നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. പോർഷൻസ് കഴിയുന്നതിലാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ.